എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസത്തിലേക്കും നമ്മുടെ ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ വൈകുന്നേര സമയങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ തുടരാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മളൊരു വലിയ സബോള വട്ടത്തിലരിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ പൊട്ടിപ്പോകാതെ എടുത്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് പുഴുങ്ങിയെടുത്ത 2 ഉരുളൻകിഴങ്ങ്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ സ്ലൈസായിട്ട് ചീസ് കട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ വേണ്ടത് ചിക്കനാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്ക് വെച്ച കറിയിൽ നിന്ന് 2-3 പീസുകൾ എടുത്ത് അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ആദ്യം എടുത്ത ആ സബോളയുടെ ബാലൻസ് എടുത്തിട്ട് അതിനകത്ത് 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് ഇത്രയും പിന്നെ ആ മുട്ടയും കൂടി എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു ചോപ്പറിലിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങില്ലേ, അത് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഉച്ചയ്ക്ക് കറിയിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന 2-3 കഷ്ണം ചിക്കൻ്റെ പീസില്ലേ, അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അതിലെ ബോണൊക്കെ മാറ്റി അതും, അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും ചേർക്കണം. പക്ഷേ നമ്മൾ മുട്ടയുടെ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഉപ്പും ഈ ഉപ്പുമായിട്ട് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് വീണ്ടും നമ്മുടെ സബോള ഓരോന്നും വട്ടത്തിലായിട്ട് അരിഞ്ഞതെടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ ചീസ് ഇതേപോലെ ചെറുതാക്കി വട്ടത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫില്ലിങ് നന്നായിട്ട് നിറയ്ക്കുക. നമ്മുടെ സ്നാക്സിൻ്റെ ഏകദേശം ഇത്ര ആയി കഴിയുമ്പോഴത്തേക്കും നമ്മളൊരു അടുപ്പത്തൊരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും മാത്രം നമ്മൾ ഈ സ്നാക്സ് അതിലേക്ക് വെച്ചാൽ മതി. ഏകദേശം 2 മിനിറ്റോളം ഇത് അടച്ച് വെച്ച് വേവാൻ അനുവദിക്കണം. രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കിതെടുത്ത് മറിച്ചിടാം. ഇതിങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമ്മൾ മുട്ട ചേർത്തുള്ള ആ മിക്സ് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതും ഇതുപോലെ 2.5 മിനിറ്റോളം ചൂടാവാൻ അനുവദിക്കുക. ഈ സമയത്ത് ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തീ അഡ്ജസ്റ്റ് ചെയ്യണം. വീണ്ടും നമ്മൾ ഒന്നുകൂടി മറിച്ചിടണം, കാരണം ആ മുട്ടയുടെ ആ ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് ഓൾറെഡി നമ്മളെല്ലാം കുക്ക് ചെയ്തതാണ്. ഇതിനകത്ത് അകപ്പാടെ മുട്ടയും ആ കോൺഫ്ലവറും മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് അത് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് ഇതിങ്ങനെ തിരിച്ചിടാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മുട്ട കുക്കായി കിട്ടും. അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക.
അപ്പോൾ നമുക്ക് വൈകുന്നേരം ചൂട് ചായയുടെ കൂടെ കഴിക്കാം, അതേപോലെ തന്നെ സോസിൻ്റെയൊക്കെ കൂടെ നമുക്കിത് കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.